ഹായ്. നമ്മള് ഈ സെഷനിൽ നോക്കുന്നത് നമ്മുടെ ഏജസ് എന്ന് പറയുന്ന ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എസ്ബിഐയുടെ ക്ലർക്കിന്റെ എക്സാംസിൽ എടുക്കുമ്പോൾ നമുക്ക് ഒരു സെഷനിൽ നമുക്ക് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ് ഏജസിൽ നിന്ന് ചോദിക്കുന്നത്. പക്ഷേ വളരെ ചെറിയൊരു ചാപ്റ്റർ നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷന്റെ കൺസെപ്റ്റിൽ വരുന്നതും റേഷ്യോയിലെ ബാലൻസിങ് ഓഫ് റേഷ്യോ എന്ന് പറയുന്ന ടോപ്പിക് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ആണ്. ആൻഡ് ചെയ്യുന്ന ഒരു ചെറിയ ചാപ്റ്റർ കൂടിയാണ്. And വളരെ ചെറിയ ചാപ്റ്റർ എന്ന ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. നമ്മൾ ലാസ്റ്റ് 3 ഇയേഴ്സ് എക്സാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 11-12 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഏജൻസിയിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത് മൊത്തത്തിൽ. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് കൂടാതെ തന്നെ അതിന് മുമ്പ് ഉള്ള സെഷൻസ് ലൈക്ക് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ, അതുപോലെ തന്നെ പെർസെൻറ്റേജ്, റേഷ്യോ, മിസ്റ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്, ഇതെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് 3 ഇയേഴ്സ് എസ്ബിഐയുടെ ക്ലർക്കിൽ ചോദിച്ചുള്ള ക്വസ്റ്റൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടെ നിന്ന് ഈ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. ആ ക്വസ്റ്റൻ വീഡിയോസ് ഒക്കെ തന്നെ പ്ലേലിസ്റ്റിൽ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അവിടുന്ന് നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിൽ പോകാൻ, നല്ലപോലെ എക്സാം എഴുതാൻ പറ്റട്ടെ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലേക്ക് പോകാം. ഏജസിൽ നമ്മൾ ഏകദേശം ഒരു 12 ക്വസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ആ ക്വസ്റ്റൻസ് രണ്ട് സെഷൻസ്, രണ്ട് പാർട്സ് ആയിട്ടായിരിക്കും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏജസിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ ഒരു ക്വസ്റ്റൻസിലേക്ക് പോകാം. സോ ആദ്യത്തെ ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. റേഷ്യോ ബിറ്റ്വീൻ ദ പ്രസന്റ് ഏജ് ഓഫ് റെനിത ആൻഡ് രാഹുൽ ഈസ് 3:4. If sum of their ages is 63, what is the ratio between the age of Renita and Rahul after 5 years എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾക്കൂടെ രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് റെനിത്ത ആൻഡ് അടുത്തത് രാഹുൽ. ഇവിടെ ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇവിടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആണ് കറന്റ് നമുക്ക് തന്നിരിക്കുന്നത് 3:4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇത് കൂടാതെ ഇവിടെ ഏജിന്റെ സമ്മ് അവർ തന്നെ തന്നിട്ടുണ്ട്. ഏജിന്റെ സം എന്ന് പറയുമ്പോൾ നമുക്ക് 3+4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരുന്നുണ്ട്? 7 എന്ന് വരുന്നുണ്ട്. ആൻഡ് ആ 7 ആണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെ ഏജ് കൂടി ആഡ് ചെയ്താൽ 63 വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ 7 എന്ന് പറഞ്ഞാണ് 63 ഇയേഴ്സ് എന്ന് പറയുന്നത്. ആണെങ്കിൽ നമുക്കറിയാം 7 × 9 ആണ് 63 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന രണ്ട് വാല്യൂസിനെയും, ഈ 3നെയും 4നെയും നമ്മൾ അതേ 9 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 3 × 9 റനിത്തയുടെ ഏജ് 27 ഇയേഴ്സ് എന്നും, അതുപോലെ തന്നെ 9 × 4 36 ഇയേഴ്സിനും വരത്തില്ല രാഹുലിന്റെ ഏജ്. അത് നമുക്ക് രണ്ടുപേരുടെയും ഏജ് കിട്ടി. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഇവർ രണ്ടുപേരുടെയും ഏജിന്റെ റേഷ്യോ വേണം, പക്ഷെ അത് 5 ഇയേഴ്സിന് ശേഷമുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? രണ്ടിന്റെ കൂടെ ഒരു 5 ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് രണ്ടുപേരുടെ ഏജിന്റെ കൂടെ ഒരു 5 ഇയേഴ്സ് വെച്ച് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 27 + 5 നമുക്ക് 32 എന്ന് വരും. ആൻഡ് നമുക്കത് മതി ആൻസർ മാർക്ക് ചെയ്യാൻ. ഓപ്ഷൻ എ 32 നമുക്കവിടെ തന്നിട്ടുണ്ട്. അതുപോലെ 36 + 5 നമുക്കത് 41 എന്ന് വരും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്താ വരുന്നത്? 32:41 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് എഴുതാതെ അങ്ങ് എടുത്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 8 years hence, അപ്പോൾ 8 വർഷത്തിന് ശേഷം, the ratio of Munna's and Guddu's age will be 6:5. At present, Munna is twice the age of Guddu. What will be the age of Munna after 6 years എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് രണ്ടുപേരാണുള്ളത്. ഒന്ന് മുന്ന ആൻഡ് ഗുഡു. ഇനി ഇവിടെ 8 ഇയേഴ്സിന് ശേഷമുള്ള ഒരു ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ആക്ച്വലി അറ്റ് പ്രസന്റ് മുന്ന ഇസ് ട്വൈസ് ദി ഏജ് ഓഫ് ഗുഡു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രസന്റ് എടുക്കുകയാണെങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് മുന്ന ഈസ് ട്വൈസ് ദി ഏജ് ഓഫ് ഗുഡു. അപ്പം മുന്നയുടെ ഏജ് എന്ന് പറയുന്നത് ഗുഡുയുടെ ഏജിന്റെ ട്വൈസ് ആണ്. അപ്പോൾ 2:1 എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇവിടെ 8 വർഷം ശേഷമുള്ളത്, അപ്പോൾ ഒരു +8 എന്ന് നമുക്ക് പറയാം. 8 വർഷം ശേഷം, 8 ഇയേഴ്സ് ഹെൻസ് എന്ന് പറഞ്ഞാൽ 8 വർഷം ശേഷമുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ട് ആയിട്ട് പ്ലസ് എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് 6:5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കുക? ഇവിടെ ഈ റേഷ്യോ ബാലൻസ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1ഉം 5ഉം തമ്മിൽ ഡിഫറൻസ് 4 ആണ്. 2ഉം 6ഉം തമ്മിലും ഡിഫറൻസ് എന്ത് തന്നെ? 4 തന്നെ. രണ്ടുപേരുടെ ഏജ് ഒരേപോലെ കൂടത്തുള്ളൂ. രണ്ടുപേരുടെ ഏജിന്റെ ഡിഫറൻസ്, ആ റേഷ്യോയുടെ ഡിഫറൻസ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ശരിക്കും അതിന്റെ ഗ്യാപ്പ്, എത്ര വർഷത്തെ ഗ്യാപ്പ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്? 8 വർഷത്തെ ഗ്യാപ്പ് ഇവിടെ തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തന്നേക്കുന്ന, അല്ലെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്ന 4 എന്ന് പറയുന്നതല്ലേ നമ്മുടെ 8 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 8 ഇയേഴ്സ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഈ റേഷ്യോയുടെ ഡിഫറൻസ് ആയ 4 എന്ന് പറയുന്നത്. അങ്ങനെ ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് വിൽ ബി ദി ഏജ് ഓഫ് മുന്ന ആഫ്റ്റർ 6 ഇയേഴ്സ്. അപ്പോൾ നമുക്ക് മുന്നയുടെ ഇപ്പോഴത്തെ ഏജ് കിട്ടിക്കഴിഞ്ഞാൽ ആഫ്റ്റർ 6 ഇയേഴ്സ് ഉള്ള ഏജ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ മുന്നയുടെ ഇപ്പോഴത്തെ ഏജിന്റെ റേഷ്യോ നമുക്കറിയാം. എത്രയാണ്? ഈ 2 ആണ് മുന്നയുടെ ഇപ്പോഴത്തെ ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 4 എന്ന് പറഞ്ഞാണ് നമ്മൾ 8 എന്ന് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈ 2 എന്ന് പറയുന്നത് 4 ആയിരിക്കില്ല. അപ്പോൾ മുന്നയുടെ ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എത്ര? 4 ഇയേഴ്സ്. അത്രേ ഉള്ളൂ. 4ന്റെ ഡബിൾ ആണ് 8. അങ്ങനെയാണെങ്കിൽ ആ 2ന്റെ ഡബിൾ 4. ഇനി ചോദിച്ചേക്കുന്നത് മുന്നയുടെ ഏജ്, മുന്നാസ് ഏജ് ആഫ്റ്റർ 6 ഇയേഴ്സ്. അപ്പോൾ മുന്നയുടെ ഏജ് +6 എന്ന് പറഞ്ഞാൽ ഇപ്പം 4, അതിൻ്റെ കൂടെ 6 കൂടി കൂടി കഴിഞ്ഞാൽ എത്ര വർഷമായിരിക്കും?
10 ഇയേഴ്സ് ആയിരിക്കും മുന്നയുടെ ഏജ്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 10 ഇയേഴ്സ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അഗെയിൻ റേഷ്യോ ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റേഷ്യോ ഓൾറെഡി ബാലൻസ് ആയിട്ട് നമുക്ക് ബാലൻസ് ചെയ്യേണ്ടിയും വന്നില്ല. നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ എടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. Pavan is 12 years older than Raghav and the respective ratio of Raghav's age 8 years hence and Shreya's present age is 17:7. If at present Pavan's age is thrice the age of Shreya, what will be the Pavan's age 3 years hence? അത്യാവശ്യം കുറച്ച് ലെന്തി ആയിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് എഴുതാം. പവൻ ഈസ് 12 ഇയേഴ്സ് ഓൾഡർ ദാൻ രാഘവ്. അപ്പോൾ പവന്റെ ഏജ് എന്ന് പറയുന്നത് രാഘവിന്റെ ഏജിന്റെ കൂടെ 12 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നത്. ഓക്കെ, ഇനി പിന്നെ പറയുന്നത് എന്താ, ഒരു റേഷ്യോ വന്നിട്ടുണ്ട് അല്ലെ. റേഷ്യോ ഓഫ് രാഘവ്സ് ഏജ് 8 ഇയേഴ്സ് ഹെൻസ്. ഇപ്പൊ രാഘവന്റെ ഏജ് 8 വർഷം കഴിയും. ഇപ്പൊ രാഘവ് പ്ലസ് 8 എന്ന് പറയാം നമുക്ക്. ആൻഡ് ശ്രേയാസ് പെർസെന്റേജ്, അപ്പൊ ശ്രേയയുടെ പെർസെന്റേജ് നമുക്ക് എസ് എന്ന് തന്നെ എടുക്കാം. ശ്രേയയുടെ പെർസെന്റേജ് എന്റെ റേഷ്യോ തന്നേക്കുന്നത് നമുക്ക് 17:7 എന്നാണ് നമുക്ക് റേഷ്യോ വന്നേക്കുന്നത്. 17:7. ഇനി അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് ഇഫ് അറ്റ് പ്രസന്റ് പവൻസ് ഏജ് ഇസ് ത്രൈസ് ദി ഏജ് ഓഫ് ശ്രേയ. അപ്പൊ പവന്റെ ഏജ് എന്ന് പറയുന്നത് ശ്രേയയുടെ ഏജിന് 3 ഇരട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അറ്റ് പ്രസന്റ്, അപ്പൊ അങ്ങനെ പി ഈക്വൽ ടു 3s എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഇനി അവിടെ പറയുന്നത് വാട്ട് വിൽ ബി പവൻസ് ഏജ് 3 ഇയേഴ്സ് ഹെൻസ്. അപ്പം ചോദിച്ചേക്കുന്നത് എന്താ, പവന്റെ ഏജ് പ്ലസ് 3 എത്ര വരും എന്നുള്ളതാണ് നമുക്ക് ആസ് എ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അവിടെ നിന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഈ റേഷ്യോ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് അത് അത്രയും ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് അവിടെ കൂടുതലും റിയൽ വാല്യൂസ് വലുതായിട്ട് തന്നിട്ടില്ല. എല്ലാം ഒരു റേഷ്യോസും കമ്പാരിസൺസും റിലേഷൻസും ഒക്കെ തന്നേക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിന് റേഷ്യോ പോലെ എഴുതാം. അപ്പോൾ രാഘവ് പ്ലസ് 8 ബൈ ശ്രേയയുടെ ഏജിന്റെ ആ ഒരു റേഷ്യോ നമുക്ക് തന്നേക്കുന്നത് 17:7 എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രാഘവ് പ്ലസ് 8 ബൈ ശ്രേയ ഈക്വൽ ടു 17/7. ഇനി നമുക്കിത് ഒരു ക്വാണ്ടിറ്റിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ രാഘവ് ഉണ്ട് ശ്രേയ ഉണ്ട്, പക്ഷെ രണ്ടും മാറ്റിയിട്ട് നമുക്ക് വേണ്ടിയതാരാ പവൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 2 പവനിന്റെ ടേംസിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ എടുക്കുന്ന ഡയറക്റ്റ്ലി ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാഘവിനെ പവന്റെ ടേംസിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം. ആദ്യമേ തന്ന റിലേഷൻ പവൻ ഈക്വൽ ടു രാഘവ് പ്ലസ് 12. അങ്ങനെയാണെങ്കിൽ രാഘവ് ഈക്വൽ ടു എന്തായിരിക്കും, പവൻ -12 ആയിരിക്കത്തില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു രാഘവിന്റെ ആ ഒരു പ്ലേസിലേക്ക് നമുക്ക് പവൻ -12 ഇടാം. അതിന്റെ കൂടെ ഒരു +8 കൂടി ഉണ്ട്, അതുകൂടി അവിടെ ഇടാം. ഡിവൈഡ് ബൈ ഇനി ശ്രേയനെ നമുക്ക് പവന്റെ ടേംസിലേക്ക് ആക്കാൻ വേണ്ടി നമുക്കറിയാം പവൻ ഈക്വൽ ടു 3 ടൈംസ് ഓഫ് ശ്രേയ. അങ്ങനെയാണെങ്കിൽ ശ്രേയ ഈക്വൽ ടു പവൻ ബൈ 3 എന്ന് എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ പവൻ ബൈ 3 ഈക്വൽ ടു നമുക്ക് ഇവിടെ തന്നേക്കുന്ന റേഷ്യോ 17/7. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്ന എന്തായിരിക്കും, പവൻ ആയിരിക്കും. അതിൻ്റെ +3 കൂടി ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ -12 + 8 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും, -4 എന്ന് വരും. അപ്പോൾ പവൻ -4. ഇനി നമുക്ക് ആ താഴത്തെ p/3 ആ 3 അങ്ങ് മുകളിലേക്ക് പോകും. സോ ആ 3 അങ്ങ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ പവൻ ഈക്വൽ ടു നമുക്ക് 17/7. ഇനി ഇതൊന്ന് ക്രോസ് ചെയ്ത് സോൾവ് ചെയ്യാം. സോ ഇതൊന്ന് ക്രോസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 7 × 3 21 എന്ന് വരും. 21 × p 21p എന്ന് വരും. -21 × 4 നമുക്കത് 84 എന്ന് വരും. ഈക്വൽ ടു 17p എന്ന് വരും. ഇനി ഇതൊന്ന് മൈനസ് പ്ലസ് ചെയ്യുവാണെങ്കിൽ ഈ 17ഉം 21 കൂടി മൈനസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും, 4p എന്ന് വരും. 4p ഈക്വൽ ടു 84. അങ്ങനെ നമുക്ക് ഇവിടുന്ന് പവന്റെ ഏജ് ഈക്വൽ ടു 21 എന്ന് വരും. 84/4 നമുക്ക് 21 എന്ന് പവന്റെ ഏജ് കിട്ടും. പക്ഷെ ചോദിച്ചേക്കുന്നത് അതല്ല, ഈ 21 + 3 ഇയേഴ്സ് ആഫ്റ്റർ 3 ഇയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പവന്റെ ഏജ് +3 എന്ന് പറയുമ്പോൾ 24 ഇയേഴ്സ് നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ഫൈനൽ ആൻസർ വരും. അത്യാവശ്യം ഒരു നല്ല ക്വസ്റ്റൻ ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ നിന്ന്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 24 ഇയേഴ്സ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. 24 ഇയേഴ്സ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, the ratio of the present age of A and B is 1:3 and the ratio of the present age of A and C is 2:1. The difference between the present age of A and C is 2 years. 14 years hence find the sum of age of A, B and C. അപ്പോൾ നമുക്ക് ഇവിടെ തന്നേക്കുന്നൊക്കെ ഒന്ന് എഴുതാം. ആദ്യമേ എയും ബിയും തമ്മിൽ റേഷ്യോ വന്നിട്ടുണ്ട് 1:3 എന്ന. അതുപോലെ പിന്നെ നമുക്ക് അവിടെ എയും സിയും തമ്മിൽ റേഷ്യോ വന്നിട്ടുണ്ട് 2:3 എന്ന. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ മൂന്നുപേരുടെയും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂഷ്വൽ കമ്പൈൻ ചെയ്യുന്ന പ്രോസസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ റേഷ്യോസ് ഭയങ്കര സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് കമ്പൈൻ ചെയ്യാം. എങ്ങനെ, ഇവിടെ എയുടെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയുടെ വാല്യൂ 1, ഇതങ്ങ് 2 ആക്കിയാൽ പോരെ. ഇത് 2 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, A:B:C. ഇതിനെ 2 ആക്കാൻ ഈ ഫുൾ റേഷ്യോ ഒന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഈ ഫുൾ റേഷ്യോ നമ്മൾ 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ എയുടെ വാല്യൂ നമുക്ക് 2 എന്ന് വരും. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എന്ത് തന്നെയാണ്, 2 തന്നെയാണ്. ആൻഡ് ബിയുടെ വാല്യൂ നമുക്ക് എന്താവും, 2 × 3 6 ആവും.
ആൻഡ് ഓൾറെഡി സിയുടെ വാല്യൂ നമുക്കിവിടെ ഈ പറഞ്ഞ എയുടെ വാല്യൂ 2 തന്നെ ആയതുകൊണ്ട് സിയുടെ വാല്യൂ നമുക്ക് എന്ത് തന്നെ എടുക്കാം, 3 തന്നെ അങ്ങ് എടുക്കാം. ഇനി ഇത് മൂന്നും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഏജിന്റെ ഓക്കെ നമുക്കത് മൂന്നും കൂടി ഓക്കെ മൂന്നുപേരും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരുന്നുണ്ട്, 11 വരുന്നുണ്ട്. ഈ 11 കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവരുടെ 14 ഇയേഴ്സ് ഫ്യൂച്ചറിലുള്ള ആ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, സമ്മ് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നേക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെർസെൻറ്റേജ് ഓഫ് എ ആൻഡ് സി ഇസ് 2 ഇയേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എയും സിയും തമ്മിലുള്ള പെർസെൻറ്റേജിന്റെ ഡിഫറൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇയേഴ്സ് ആയി. ഇവിടുത്തെ റേഷ്യോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് എത്ര വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. അല്ലെങ്കിൽ 1നെ അല്ലേ അവർ 2 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പം 1 എന്ന് പറയുന്ന 2 ആണെങ്കിൽ 11 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 22 ആയിരിക്കും, ഡബിൾ ആയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഇവരുടെ ഇപ്പോഴത്തെ പെർസെൻറ്റേജിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 22 എ പ്ലസ് ബി പ്ലസ് സി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് വേണ്ടി എ പ്ലസ് ബി പ്ലസ് സി അല്ല, എ പ്ലസ് ബി പ്ലസ് സി തന്നെ വേണം. പക്ഷെ അത് ആഫ്റ്റർ 14 ഇയേഴ്സ് ആണ് വേണ്ടിയത്. അപ്പൊ ആഫ്റ്റർ 14 ഇയേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ കൂടെ എന്തുകൂടി ചെയ്യണം, 14 വെച്ച് 3 പേർക്കും കൂടത്തില്ലേ, ഒരാൾക്കല്ലല്ലോ കൂടുന്നത്. 14 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ 3 പേർക്കും 14 വെച്ച് കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലസ് ഒരു 3 × 14 കൂടി ഇതിന്റെ കൂടെ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എത്ര വരും, ആ 22 പ്ലസ് 3 × 14 42 ആൻഡ് 22 42 കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര വരും, 64. സോ 64 ഇയേഴ്സ് എന്ന് നമുക്ക് ആൻസർ വരും, 64 വർഷം. ഓക്കെ, ഓപ്ഷൻ ബി 64 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. അഗൈൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ദ പെർസെൻറ്റേജ് ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 3:4 ആൻഡ് ദ റേഷ്യോ ഓഫ് ബി ആൻഡ് സി ഈസ് 1:2 ആൻഡ് ദ റേഷ്യോ ഓഫ് സി ആൻഡ് ഡി ഈസ് 4:3. അപ്പൊ നോക്കിയാൽ 4 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഏജ് ഓഫ് ഡി ഈസ് 72, ഡിയുടെ ഏജ് കൊടുത്തിട്ടുണ്ട്, ഫൈൻഡ് ദ ഏജ് ഓഫ് ദ ഓൾഡസ്റ്റ് ഓഫ് ദി 4, ഏറ്റവും എൽഡർ ആയിട്ടുള്ള ആളുടെ ഏജ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ റേഷ്യോകളും കൂടി ഒന്ന് കമ്പൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് എടുക്കാം, ഡയറക്റ്റ്ലി കമ്പൈൻ ചെയ്യാം. A:B:C:D ഒന്ന് നമുക്ക് എടുക്കാം. സോ ആദ്യമേ A:B നമുക്ക് പറഞ്ഞിരിക്കുന്നത് 3:4 സോ 3:4. അടുത്ത B:C പറഞ്ഞിരിക്കുന്നത് 1:2 സോ 1:2 ആൻഡ് C:D നമുക്ക് 4:3. നമുക്ക് യൂഷ്വൽ റേഷ്യോ കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇനി വാല്യൂ എടുക്കാം. സോ ഇവിടെ 1 എന്ന് വരും, ഇവിടെ 4 എന്ന് വരും, ഇവിടെ 4 എന്ന് വരും, ഇവിടെ 4 എന്ന് വരും, ഇവിടെ 4 എന്ന് വരും, ഇവിടെ 2 എന്ന് വരും. ഈ 4ഉം ഈ 4 4 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3 3, 1 × 4 4, 2 × 4 8 ആൻഡ് 2 × 3 6. ഓക്കെ, ഏറ്റവും എൽഡർ പേഴ്സൺ ആരാ, നമ്മുടെ 8 ആണ് ഏറ്റവും വലിയ വാല്യൂ. അങ്ങനെയാണെങ്കിൽ സി ആണ് ഏറ്റവും എൽഡസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം മതി നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആൻസർ എടുക്കാം. അവിടെ പറഞ്ഞത് ഡിയുടെ ഏജ് 72 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിയുടെ ഏജ് 72 ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഏത് ഈ 8 ഉം 6 വെച്ച് കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ആക്ച്വലി ഇവിടെ സി ഡിയുടെ റേഷ്യോ ഇവിടെ തന്നെ കൊടുത്തിട്ടില്ലേ 4:3 അത് വെച്ച് കമ്പയർ ചെയ്താലും മതി, നമുക്ക് ആൻസർ വരും. ഓക്കെ, തൽക്കാലം നമുക്ക് ഇത് ഇത്രയും ചെയ്തെടുത്തോണ്ട് ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് ഇവിടെ 6ന്റെ ആണ്, ഡിയുടെ ഏജ് ആണ് നമുക്ക് 72 ഇയേഴ്സ് എന്ന് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 6 എന്ന് പറയുന്നതാണ് 72. നമുക്കറിയാം 6 × 12 ആണ് നമ്മുടെ 72 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സി എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ 8 × 12 ചെയ്ത് എത്ര വരും, നമുക്ക് 96 എന്ന് വരത്തില്ലേ. സോ ആൻസർ എത്ര, 96 ഇയേഴ്സ് എന്ന് നമുക്ക് ആൻസർ വരും. ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ 96 ഇയേഴ്സ്. നമുക്ക് അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, പക്ഷെ അത് നമുക്ക് ആദ്യം മനസ്സിലാവണം. ഇവിടെ സി ഡി ആണ് ഏറ്റവും എൽഡർ ആൾക്കാരിലെ 2 പേര്. അതിലും ഈ പറയുന്ന നമുക്ക് സി ആണ് എൽഡേഴ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. പക്ഷെ അത് മനസ്സിലാവാതെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ആ ഒരു 3 എന്ന് പറഞ്ഞാണ് അവർ 72 എന്ന് കൊടുത്തേക്കുന്നത്. 3 × 24 72. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 4 × അതേ 24 ചെയ്ത് എത്ര വരും, 96 എന്ന് വരും. പക്ഷെ നമുക്ക് അത് ഇവിടുന്ന് മനസ്സിലാവണം, വലുത് ഇവരാണ് എന്ന് മനസ്സിലാവണം, എന്നാലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? ആൻഡ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. There are 3 friends named Sahil, Tanya and Deepak. It was found that the average age of Sahil and Tanya is 22 years, while the ratio of Sahil and Deepak ages is 5:7, and the sum of all the friends together is 72. What will be the percentage of Tanya? നമുക്ക് കുറച്ച് റിലേഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. കുറേ റിലേഷൻ ഉണ്ടെങ്കിലും ആൻസർ വളരെ പെട്ടെന്ന് വരും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 3 ഫ്രണ്ട്സ് ആണ്, സാഹിൽ, താനിയ, ദീപക്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ആവറേജ് ഏജ് ഓഫ് സാഹിൽ ആൻഡ് താനിയ ഈസ് 22. അപ്പൊ ആവറേജ് സാഹിൽ ആൻഡ് താനിയയുടെ 22 ആണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും, 44 ആയിരിക്കില്ല, ഡബിൾ ആക്കിയ പോരെ. ഇനി while the ratio of സാഹിൽ ആൻഡ് ദീപക്സ് ഏജ് ഈസ് 5:7, സാഹിൽ ആൻഡ് ദീപകിന്റെ ഏജ് എന്ന് പറയുന്നത് 5:7 ആണ്. ആൻഡ് ദ സം ഓഫ് ഓൾ ദി ഫ്രണ്ട്സ് ടുഗദർ ഈസ് 72. സം ഓഫ് ഓൾ ദി ഫ്രണ്ട്സ് ടുഗദർ എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്, ദീപക് ഉണ്ട്, സാഹിലുണ്ട്, താനിയുണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എത്ര വരുന്നു എന്ന് പറഞ്ഞേക്കുന്നത്, 72 വരുന്നു എന്ന് പറഞ്ഞേക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ആടെയാണ് താനിയുടെ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കി ആ ഒരു സാഹിലും താനിയുടെ ടോട്ടൽ 44 ആവും. അതുപോലെ സാഹിലും താനിയും ദീപക് കൂടി 72 ആവും. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ഇത് രണ്ടുകൂടി തമ്മിലൊന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി സാഹിലും താനിയും മൈനസ് ആയി പോകത്തില്ലേ.
പിന്നെ ബാക്കി ആരേ വരത്തുള്ളൂ, ദീപക് അല്ലേ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ 72 നിന്ന് നമ്മൾ 44 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 22 പ്ലസ് 6 28 ഇയേഴ്സ് എന്ന് വരും. അപ്പൊ ദീപക് 22 എന്ന് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി കിട്ടും. ഇനി ദീപകിന്റെ റേഷ്യോ നമുക്ക് അറിയത്തില്ലേ, ഈ 7 അല്ലേ ഇപ്പൊ നമുക്ക് ഈ 28 കിട്ടിയത്. അപ്പൊ 7 എന്ന് പറയുന്നത് 28 ആണെങ്കിൽ നമുക്കറിയാം 7 into 4 ആണ് 28. അങ്ങനെയാണെങ്കിൽ 5 into 4 ചെയ്താൽ എത്ര വരും നമുക്ക്? 5 into 4 നമുക്ക് ഈ പറയുന്ന 20 ഇയേഴ്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ സാഹിലിന്റെ ഏജും കിട്ടിയില്ലേ. ഇനി സാഹിലും താനിയും കൂടിയുള്ള ടോട്ടൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, അതാണ് 44 എന്ന് തന്നേക്കുന്നത്. നമുക്ക് ഒന്നുകൂടി എഴുതാം, സാഹിൽ പ്ലസ് താനിയ 44 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ സാഹിലിന്റെ ആണ് നമുക്ക് ഇപ്പോൾ 20 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ താനിയുടെ എത്ര വന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന 44 എന്നുള്ള വാല്യൂ വരത്തുള്ളൂ. നമുക്ക് താനിയുടെ 24 വന്നാലല്ലേ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 44 വരത്തുള്ളൂ. അങ്ങനെ താനിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? നമുക്ക് 22 ആയിരിക്കും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഇ 22 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഏജസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കുറച്ച് ഒരു ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയപ്പോൾ മനസ്സിൽ കാണും, നമുക്ക് മിക്കവാറുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആ ഒരു റേഷ്യോസിന്റെ ബാലൻസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നമുക്ക് മിക്കവാറും ബാലൻസ് ചെയ്യേണ്ടി വന്നില്ല. ഒന്നുകിൽ ബാലൻസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ കമ്പൈൻ ചെയ്തെടുക്കുന്ന കൺസെപ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ബാലൻസിനേക്കാളും കൂടുതലും ഉപയോഗിച്ചത്. പിന്നെ കൂടുതലും കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ 3 പേരുണ്ടായിരുന്നു. എ ബി സി എന്നൊരു ആംഗിളിലാണ് മിക്കവാറും ക്വസ്റ്റ്യൻസും പോയിട്ടുള്ളത്. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ ഒരു 3 പേഴ്സൺസിന്റെ ക്വസ്റ്റ്യൻസ് വളരെയധികം പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാൻ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. സോ ഇത് നല്ലപോലെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ എക്സാമിന് ഡെഫിനറ്റ്ലി പോകുക. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏജസിന്റെ ഒരു പാർട്ട് കൂടി ബാക്കിയുണ്ട്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻ നമുക്ക് ഏജസിന് ഇനി ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് ചോദിച്ചത് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ ഇവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. ഈ സെഷൻ യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇതിന്റെ ഫ്യൂച്ചർ മുമ്പിലോട്ട് വരുന്ന RRBയുടെ IBPSന്റെ ഒക്കെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതും ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് അതും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഓർ വേറെ ഏതെങ്കിലും എക്സാമിന്റെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ലൈക്ക് നമ്മുടെ റെയിൽവേയുടെയോ SSCയുടെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക. അതും നമുക്ക് ഇവിടെ തന്നെ ടോപ്പിക് വൈസ് തന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ ചെയ്തു പോകാം. ഇതേപോലെ തന്നെ ടോപ്പിക് വൈസ് പ്രീവിയസ് ക്വസ്റ്റൻ നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലിയർ ഐഡിയ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ഉടനെ തന്നെ വരുന്ന സെഷനിൽ നമുക്ക് ഏജസിന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ തന്നെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.